ലോങ് ടൈം നോ സീ എന്നെ കാണാതെ മിസ്സ് ചെയ്തു എല്ലാവരും. എനിക്കറിയാം ഒരു പട്ടിക്കുഞ്ഞ് പോലും മിസ് ചെയ്തില്ലെന്ന്. എന്നാലും ഞാൻ നിങ്ങളെ മിസ് ചെയ്തിട്ടാ. കുറച്ച് പേരെങ്കിലും അറിഞ്ഞ് കാണും എൻ്റെ എഡിറ്റ് ചെയ്യുന്ന ഫോൺ അടിച്ചു പോയെന്നുള്ള കാര്യം. എന്ത് ചെയ്യാനാ ഗൈസ്, ലൈഫ് ഇപ്പം എനിക്ക് കൂട്ടമൂഞ്ചൽ തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഫോണിനകത്ത് നമ്മുടെ ഗോലുമാര് 45 മിനിറ്റും പിന്നെ കസിൻസ് എന്ന് പറയുന്ന പുതിയ FFൻ്റെ ഫസ്റ്റ് എപ്പിസോഡും പിന്നെ ട്രെയിലറും കൂടെ എഡിറ്റ് ചെയ്ത് വെച്ചതാണ്. സൂര്യചന്ദ്രൻ 6 മിനിറ്റും എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണോ എന്തോ. ഞാൻ പറഞ്ഞല്ലോ ലൈഫ് എനിക്ക് കൂട്ടമൂഞ്ചൽ തന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഫോൺ അടിച്ചു പോയ പിന്നാലെ തന്നെ എൻ്റെ മാതാശ്രീ ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്ന ബുക്ക് എടുത്ത് കത്തിച്ച് കളഞ്ഞ് വിത്ത് 1 ഡയലോഗ്. ആവശ്യമില്ലാത്ത ബുക്കെല്ലാം കൂടെ കൂട്ടി വെച്ചേക്കുവാണ്. ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും പഠിക്കുന്ന പുസ്തകത്തിനേക്കാളും പ്രധാനം എനിക്ക് ഈ ബുക്കാണെന്ന്. അതിൻ്റെ പിന്നാലെ തന്നെ പനിയും കൂടെ പിടിച്ച് തലവേദന, തൊണ്ടവേദന, നെഞ്ചുവേദന, ദേഹം വേദന, പുറം വേദന, നടുവേദന, അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് വേദനയായിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തെ നമ്മുടെ ഗോലുമാല ഞാനൊന്ന് റീറൈറ്റ് ചെയ്തായിരുന്നു. അന്നേരം ഇപ്പോൾ സാധനം വലുതായി പോയടാ. അതുകൊണ്ട് ഞാൻ പിന്നെ 5-6 എപ്പിസോഡും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. എന്തൊക്കെയാല്ലേ എൻ്റെ കുഞ്ഞു കുഞ്ഞു കുസൃതികളെ. ഞാൻ പറഞ്ഞ സാധനം എന്തായാലും ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. പണ്ട് മുതലേ പറയുന്നു ഒന്നും ചെയ്യാത്തതുകൊണ്ട് ആർക്കും എന്നെ ഒരു വിലയില്ല. മാഫിയ സ്റ്റോറി ഒന്നും എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാവരും എൻ്റെ സ്റ്റോറികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതുവരെ നിങ്ങൾ ബോറടിച്ച് പോവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റോറി ഇടുന്നത്. എൻ്റെ നല്ല മനസ്സാരും കാണാതെ പോകരുത് കേട്ടോ. അപ്പം എൻ്റെ കുഞ്ഞു തലയിലെ വലിയ ബുദ്ധി വെച്ച് ഞാൻ ഉണ്ടാക്കിയ സ്റ്റോറിയുടെ ട്രെയിലർ പോയി കണ്ടിട്ട് വാ. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രം പറയരുത്, എൻ്റെ കുഞ്ഞു ഹൃദയം തകർന്നു പോകും. എനിക്ക് പിന്നെ പണ്ടേ ഭയങ്കര കഴിവായതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ എപ്പിസോഡ് ഒട്ടും വന്നിട്ടില്ല. ദിസ് വീഡിയോ ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ 1 നമ്പർ വാണത്തരം. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടൊക്കെ കാണണം കേട്ടോ. ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും കാണാം. അപ്പോൾ ബൈ. ഇന്ന് വാ. ഇന്ന് മുതൽ ഇതാ നിന്റെ റൂം. എന്താ വായിൽ നാക്കില്ലേ? അല്ല എനിക്ക് മനസ്സിലായി, നിനക്ക് വിക്കുണ്ടോ? അത് എനിക്ക് പേടിയായിട്ടാ. എന്നെ എന്തിനാ പേടിക്കുന്നത്? നിങ്ങള് വലിയ മാഫിയൊക്കെ അല്ലേ, അപ്പൊ എനിക്ക് പേടി വരാതിരിക്കുവോ? ഞാൻ ഒരു കാര്യമില്ലാതെ ഒരാളെ ഒന്നും ചെയ്യാറില്ല. പിന്നെ നീ എന്റെ ഹസ്ബൻഡ് അല്ലേ? എന്നോടിപ്പോ ഒന്നും മിണ്ടുന്നേ ഇല്ല. ഇനിയിപ്പോ യോഞ്ചി പറഞ്ഞ ഇട തന്നെ ചെയ്യാം. എന്നോട് മിണ്ടാതിരിക്കുവല്ലേ? കാണിച്ചരാവേ. ഇവനെന്താ ഇങ്ങനെ നോക്കുന്നേ? എന്തോ ഉണ്ടല്ലോ. മര്യാദക്ക് നിർത്ത്. എന്നോട് മിണ്ടാതിരിക്കുവല്ലേ? കാണിച്ചരാവേ. ഞാൻ ഇനിയും ചെയ്യും. ഇവനെ ഞാൻ ഇന്ന് എന്നോട് മിണ്ടാതിരുന്നതല്ലേ? അനുഭവിക്കേ. എന്റെ റൂമിലേക്ക് വാ. എന്ത് എന്തായിരുന്നു അവിടെ? ഡൈനിങ് ടേബിൾ ഉണ്ടോ അവിടെ? കുഴപ്പമില്ല, ഐ ലൈക്ക് ഇറ്റ്. ഇനി ഞാൻ ചെയ്യുന്ന കൂടെ നീ കാണും. എന്തേ ഇപ്പൊ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ലേ? എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഇനി ഇതെപ്പോഴും ഓർത്തോണം. ഞാനിനി എങ്ങനെ എണീക്കും? അത് ഞാൻ കൊണ്ടാലോ. എന്നെ ആരും അനുപ്പിയണ്ട. എന്നാ പൊന്നുമോൻ എഴുന്നേറ്റ് പോ, ഞാനൊന്ന് കാണട്ടെ. അതൊക്കെ എടുക്കണേ. ഓ ശരി.